നമ്മുടെ കേരളത്തിലുണ്ടല്ലോ കുറെ ജാറ വിരോധികൾ, മഹാന്മാരുടെ വിരോധികൾ. അവരൊന്ന് ദീനുൽ ഇസ്ലാമിന്റെ തെളിവുകൾ പഠിക്കണേ, മഹാന്മാരുടെ മഹത്വം പഠിക്കണേ. ഒന്നുമില്ലെങ്കിൽ അവരുടെ നേതാവായി അവര് പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥമെങ്കിലും ഒന്ന് നോക്കണേ. അദ്ദേഹം പറഞ്ഞു വെച്ചത് കാണാം. ഖബറിന് ഹുർമത്തുണ്ട്, പവിത്രതയുണ്ട്. കാരണം ബൈത്തുൽ മുസ്ലിമിൽ മയ്യിത്തി, മരിച്ച മുസ്ലിമിന്റെ വീടാണത്. ഒരാളെ വീട്ടിന് പവിത്രതയുണ്ട്. എന്നാൽ ആ വീട്ടിൽ കിടക്കുന്ന വ്യക്തി എത്രത്തോളം മഹാനാണോ അത്രത്തോളം കിടക്കുന്ന വീട്ടിന് പവിത്ര കൂടുതലുണ്ട്. അറിയില്ലേ, രാജാവ് കിടക്കുന്ന റൂമും അദ്ദേഹത്തിന്റെ ഭൃത്യൻ കിടക്കുന്ന റൂമും ഒരുപോലെയാണോ? അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾ, ഔലിയാക്കളുടെ മഖ്ബറ, സയ്യിദന്മാരെ മഖ്ബറ, ആലിമീങ്ങളെ മഖ്ബറ, അത് അവർക്ക് എത്രത്തോളം പവറുണ്ടോ അത്രത്തോളം അവരുടെ ജാറത്തിനും പവറുണ്ടല്ലോ. അതല്ലേ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്, യതഫാവതു ബിഖദ്രി ദറജാതിഹിം. അവരെ സിയാറത്ത് ചെയ്യുന്നവർക്ക് അവരുടെ ഖബറിൽ നിന്ന് അവർ മുഖേന ധാരാളം നന്മ ലഭിക്കുന്നു. അത് ഏറ്റ വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല. ഖബറിലുള്ളവരുടെ മഹത്വമനുസരിച്ച് അവരെ ഖബർ സിയാറത്ത് ചെയ്യുന്നവർക്ക് അതിന്റെ ഗുണം ലഭിക്കുമെന്ന് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് അടക്കമുള്ള സർവ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് തന്നെ മഹാന്മാരെ ജാറങ്ങൾ അത് സിയാറത്തിനുള്ളതാണ്. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ശാമിൽ നിന്ന്, സിറിയയിൽ നിന്ന് മദീനയിലേക്ക് വന്നു. സഹാബിയാണ്. 6-7 ദിവസം പിടിച്ചു യാത്രക്ക്, ക്ഷീണിച്ചുപോയി. റളിയല്ലാഹു അൻഹു ഒരു മെസ്സേജ് കൈമാറാനുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് തോന്നി ഇനി ഇത്ര യാത്ര ചെയ്യാൻ കഴിയൂല. ജാറത്തിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാറത്തിൽ പോയി. അവിടെ ചെന്ന് ദുആ ചെയ്തു. സ്ഥലം ചുരുക്കി കിട്ടാൻ വേണ്ടി, സമയം ചുരുക്കി കിട്ടാൻ വേണ്ടി. സാധിക്കുന്നില്ല, ഉറപ്പല്ലേ? കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് സുബ്ഹാനല്ലാഹ് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, ഫലസ്തീനിലേക്ക് പോയി. അതേ മസ്ജിദുൽ അഖ്സയിൽ പോയി. അവിടുന്ന് പിന്നെ ആകാശത്ത് പോയി, 7-ാം ആകാശത്തിലും പോയി, എൻ്റെ അപ്പുറവും പോയി. ചുരുങ്ങിയ സമയം കൊണ്ട് തിരിച്ചു വന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് അതൊരു പ്രശ്നമേ അല്ല. ആ നബി തങ്ങളുടെ സഹാബി ഖബറിന്റെ അടുക്കൽ പോയിട്ട് ലിതഖരീബി തരീഖിഹി, വഴിയൊന്ന് ചുരുക്കി കിട്ടാൻ വേണ്ടി ഒരൊറ്റ ദുആ. അതിന്റെ ഇപ്പുറത്ത് മസ്ജിദ്, അതാ മസ്ജിദുൻ നബി, 1,00,000 കൂലി കിട്ടുന്ന പള്ളിയുണ്ട്. പള്ളിയിൽ പോയിട്ടല്ല ദ്വാരുന്നത്, ഖബറിന്റെ അടുത്ത് പോയിട്ട് ആ ദ്വാ ചെയ്ത് സഹാബി. പള്ളിയിൽ ദ്വാരക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അതേ സമയത്ത് മഹാന്മാരെ ഖബറിങ്കലുള്ള പ്രത്യേകത അതൊന്ന് വേറെയാണ്. അവിടെ പോയിട്ട് ദുആ നടത്തിയപ്പോൾ 2.5 ദിവസം കൊണ്ട് അതാ തിരിച്ച് അവിടെ ശാമിലെത്തിയേ. ലോകപ്രശസ്ത പണ്ഡിതനായ ഖുതുബായ ഔലിയാക്കളുടെ ഇമാമികളെ നേതാവായ, ഇസ്ലാമിക ശരീഅത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച കൂട്ടത്തിൽ ശരീഅത്തിനെതിരായി ഏത് മഹാൻ എന്ത് ചെയ്താലും അത് ശരീഅത്തിനെതിരാണെന്ന് തുറന്നു പറയൽ അതാ പണ്ഡിതന്മാരെ കടപ്പാടാണ്. ഇല്ലെങ്കിൽ അവർ ശരീഅത്ത് സംരക്ഷിച്ചവരാകൂല എന്ന് രേഖപ്പെടുത്തിയ ഖുതുബായ ഇമാം നബവി അവിടുത്തെ തഹ്ദീബിൽ രേഖപ്പെടുത്തിയത് കാണാം. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് മഹാന്മാരുടെ ജാറത്തിന് ബർക്കത്തുണ്ട്.